മെയ് 16 വിശുദ്ധ സൈമൺ സ്റ്റോക്ക് സന്യാസി. ജനനം 1165 ഇംഗ്ലണ്ടിൽ. മരണം 1265 മെയ് 16 ഫ്രാൻസിൽ. കർമ്മല സഭാ ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. അദ്ദേഹം കർമ്മല സഭയുടെ ജനറലായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായി ഉത്രീയം നൽകിയതാണ് നാം ഇന്ന് കഴുത്തിൽ ധരിക്കുന്ന ഉത്രീയത്തിൻ്റെ പാരമ്പര്യം. ഇംഗ്ലണ്ടിലെ കെൻറ്റിൽ ജനിച്ച സൈമൺ സ്റ്റോക്ക് അദ്ദേഹം തൻ്റെ 12-ാമത്തെ വയസ്സ് മുതൽ ഒരു സന്യാസിയായി ജീവിക്കാൻ പരിശ്രമിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മരത്തിൻ്റെ പൊത്തിനുള്ളിൽ ചെറുപ്പം മുതൽ ജീവിച്ചിരുന്നു. ആ പൊത്തിനെ സ്റ്റോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക. അതുകൊണ്ടാണ് സൈമൺ സ്റ്റോക്ക് എന്ന് അറിയപ്പെടുന്നത്. യുവാവായിരിക്കുമ്പോൾ സൈമൺ സ്റ്റോക്ക് ജെറുസലേമിലേക്ക് തീർത്ഥയാത്ര നടത്തി. കർമ്മലമലയിലുണ്ടായിരുന്ന കർമ്മലീത്ത സന്യാസികളുടെ ജീവിതരീതിയിൽ ആകൃഷ്ടനായ അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ സന്യാസിയായി ചേർന്നു. മുഹമ്മദീയർ കർമ്മലീത്ത സന്യാസികളെ പാലസ്തീനയിൽ നിന്നും പുറത്താക്കിയപ്പോൾ സൈമൺ സ്റ്റോക്ക് ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോയി. 1247 അദ്ദേഹം സഭയുടെ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യം. പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന തിരുസഭയെ സഹായിക്കണമെന്ന് അദ്ദേഹം കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കുകയും ജൂലൈ 16 കർമ്മലനാഥ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് തിരുവുത്തരീയം നൽകുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ വിശ്വാസികൾ ഉത്തരീയത്തെ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമായി മാത്രമല്ല തങ്ങളുടെ തന്നെ സമർപ്പണത്തിൻ്റെ അടയാളമായും കരുതുന്നു. സൈമൺ സ്റ്റോക്ക് 1265 മെയ് 16 ബോർസോവിൽ വെച്ച് മരിച്ചു. മെയ് 16 അദ്ദേഹത്തിൻ്റെ തിരുനാൾ കർമ്മലസഭ കൊണ്ടാടുന്നു. വചനം മലാക്കി 3-5 നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും. ആഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടാത്തവർക്കുമെതിരെ സാക്ഷി നൽകാൻ ഞാൻ വേഗം വരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം: നാം സ്വാർത്ഥരാണോ? എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവമേ, നിനക്ക് യോഗ്യമായ വാസസ്ഥാനമായിരിക്കുവാൻ എൻ്റെ ഹൃദയവും ജീവിതവും ഒരുക്കമുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കാം, തെറ്റുകൾ ഏറ്റുപറയാം, ദൈവസന്നിധിയിൽ മാപ്പിരക്കാം. അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും അപരൻ്റെ സൗഖ്യവും സന്തോഷവും അന്വേഷിക്കാം. അവരുടെ കുറവുകളിൽ ഒരു താങ്ങായി തീരാം. അങ്ങനെ ദൈവസ്നേഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്കും എത്തപ്പെടട്ടെ. അത് സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കട്ടെ. ഇനി നാം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു വെന്തിങ്ങം വാങ്ങാം. ദൈവസ്നേഹത്തോടുള്ള സമർപ്പണത്തിൻ്റെ അടയാളമായി പരിശുദ്ധ അമ്മയോട് നമുക്ക് പറയാം, അമ്മേ, ഇതാ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൻ്റെ സംരക്ഷണം നമുക്കും ലഭിക്കട്ടെ.